പൂക്കൾ ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. വാക്കുകൾ വിത്തായി വിളയിക്കുവാൻ വേണം വിദ്യാലയം, പൊതുവിദ്യാലയം. ചിരിക്കുവാൻ മണ്ണു വേണം, മണ്ണു നന്നാകുവാൻ വിളകൾ വേണം. ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പ് ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? 5 മുതൽ +2 വരെയുള്ള എല്ലാ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് ചാപ്റ്റർ സ്റ്റുഡൻസ് ആപ്പിൽ. ഇതു പാഠശാല, ഇതു ധർമ്മശാല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ബ്രേവിസ് ലാക്ടിസ് എന്നും എന്താണ് സെഡ് എന്നുള്ളത്. എന്താണ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഈ 2 കൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ബ്രേവിസ് ലാക്ടിസ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ആദ്യം നമുക്ക് ബ്രേവിസ് ലാക്ടിസ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് സെൽസിനെ കുറിച്ച് പഠിച്ചു. യൂണിറ്റ് സെൽസ് എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ളതും നമ്മൾ പഠിച്ചു. സെന്റേർഡും പ്രിമിറ്റീവ് ആയിട്ടുള്ള 2 തരത്തിലുള്ള യൂണിറ്റ് സെൽസിനെ കണ്ടു. സെന്റേർഡിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ഫേസ് സെന്റേർഡ്, ബോഡി സെന്റേർഡ് ആൻഡ് എൻഡ് സെന്റേർഡ്. ഇനി ആ സെന്റേർഡിൽ തന്നെ അങ്ങനെ 3 എണ്ണം ഉണ്ട് നമ്മൾ പഠിച്ചു. പ്രിമിറ്റീവിലും നമ്മൾ ഒരെണ്ണം പഠിച്ചു. അങ്ങനെ 4 ഡിഫറെന്റ് ടൈപ്സ് യൂണിറ്റ് സെൽസ് ഉണ്ട്. ഈ 4 ഡിഫറെന്റ് ടൈപ്സ് യൂണിറ്റ് സെൽസ് 7 ടൈപ്പ് ക്രിസ്റ്റൽ ലാക്ടിസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ക്രിസ്റ്റൽ ലാക്ടിസ് 7 തരത്തിലുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി ഓരോ ക്രിസ്റ്റൽ ലാക്ടിസും ഈ യൂണിറ്റ് സെൽസ് അല്ലെ, യൂണിറ്റ് സെൽസിന്റെ അറേഞ്ച്മെന്റിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് സെൽസ് അറേഞ്ച്മെന്റ് ആയിട്ട് ഇരിക്കാം. അതായത് നമ്മളിപ്പോ ഒരു ക്യൂബിക് ക്രിസ്റ്റൽ ലാക്ടിസ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ക്യൂബിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ ലാക്ടിസിന് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് യൂണിറ്റ് സെൽസ് പോസിബിൾ ആണ്. ഒന്നില്ലെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള അറേഞ്ച്മെന്റിൽ ഇരിക്കാം, അല്ലെങ്കിൽ ബോഡി സെന്റേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഫേസ് സെന്റേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റിൽ ഇരിക്കാം. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുള്ള യൂണിറ്റ് സെൽസ് അറേഞ്ച്മെന്റ്സ് ഇവിടെ പോസിബിൾ ആണ്. ഇങ്ങനെ നമ്മൾ ക്രിസ്റ്റൽ ലാക്ടിസ് എല്ലാ ഡിഫറെന്റ് ടൈപ്സ് യൂണിറ്റ് സെൽസും ഒരു ക്രിസ്റ്റൽ ലാക്ടിസിന് പോസിബിൾ ആകണമെന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ക്രിസ്റ്റൽ ലാക്ടിസ് എടുക്കുന്നു, അതിൽ ഏതൊക്കെ അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആകുന്നു എന്ന് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് 7 ടൈപ്സ് ക്രിസ്റ്റൽ ലാക്ടിസിനെ നമുക്ക് 14 തരത്തിൽ ഡിഫറെന്റ് യൂണിറ്റ് സെൽസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് 14 തരത്തിലുള്ള 3D അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആയിരുന്നു. ഇങ്ങനെ 14 പോസിബിൾ 3D അറേഞ്ച്മെന്റ്സ് ഓഫ് ക്രിസ്റ്റൽ ലാക്ടിസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബ്രേവിസ് ലാക്ടിസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ക്രിസ്റ്റൽ സിസ്റ്റവും നമ്മൾ യൂണിറ്റ് സെൽസിനെ അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ നമുക്ക് 14 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആയിരുന്നു. എല്ലാ ക്രിസ്റ്റൽ സിസ്റ്റവും എല്ലാ ക്രിസ്റ്റൽ ലാക്ടിസും എല്ലാ തരത്തിലുള്ള അറേഞ്ച്മെന്റ്സും പോസിബിൾ ആകണമെന്നില്ല. ചിലപ്പോൾ 4 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സിൽ 3 എണ്ണം ആകാം പോസിബിൾ, അല്ലെങ്കിൽ 2 എണ്ണം ആകാം പോസിബിൾ, അല്ലെങ്കിൽ ചില ക്രിസ്റ്റൽ സിസ്റ്റത്തിന് ആകെ ഒരു യൂണിറ്റ് സെൽസ് അറേഞ്ച്മെന്റ് മാത്രമേ പോസിബിൾ ആകുള്ളൂ. ഇങ്ങനെ 14 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആയിരുന്നു. ഈ 14 പോസിബിൾ 3D അറേഞ്ച്മെന്റ്സിനെയാണ് 14 ഡിഫറെന്റ് പോസിബിൾ അറേഞ്ച്മെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 14 പോസിബിൾ 3D അറേഞ്ച്മെന്റ്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രേവിസ് ലാക്ടിസ് എന്ന് ഉദ്ദേശിക്കുന്നത്.
ഇനി ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവിടെ അടുത്ത സ്ലൈഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 14 തരത്തിലുള്ള, നിങ്ങൾ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ബ്രേവിസ് ലാക്ടിസിസ് ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഇനി അതിന്റെ 14 അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ക്യൂബിക് ആണെന്ന് വിചാരിക്കുക. ക്യൂബിക് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ക്യൂബിക് എടുക്കുക. ക്യൂബിക് എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ കാണുന്നുണ്ട്? ക്യൂബിക് എടുക്കുമ്പോൾ നമ്മൾ പ്രിമിറ്റീവ് കാണുന്നുണ്ട്, ബോഡി സെന്റേർഡ് കാണുന്നുണ്ട്, ഫേസ് സെന്റേർഡും കാണുന്നുണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. ഇനി ടെട്രാഗണൽ എടുക്കുകയാണെങ്കിലോ, ടെട്രാഗണൽ എടുക്കുകയാണെങ്കിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും പോസിബിൾ ആണ്, ബോഡി സെന്റേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും പോസിബിൾ ആണ്. ഇനി ഓർത്തോറോംബിക് എടുക്കുകയാണെങ്കിലോ, ഓർത്തോറോംബിക്കിൽ 4 ടൈപ്പിലുള്ള അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. പ്രിമിറ്റീവ് പോസിബിൾ ആണ്, ബോഡി സെന്റേർഡ് പോസിബിൾ ആണ്, എൻഡ് സെന്റേർഡ് പോസിബിൾ ആണ്, ഫേസ് സെന്റേർഡ് പോസിബിൾ ആണ്. ശ്രദ്ധിക്കുക, ഓർത്തോറോംബിക് ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റത്തിന് 4 ടൈപ്പിലുള്ള അറേഞ്ച്മെന്റ്സും പോസിബിൾ ആണ്. നിങ്ങൾ ഈ കാണുന്ന സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം 4 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സും പോസിബിൾ ആയിട്ടുള്ള ആകെ ഒരു ക്രിസ്റ്റൽ സിസ്റ്റമേ ഉള്ളൂ, അതാണ് ഓർത്തോറോംബിക്. ഇനി ട്രയഗണൽ എടുക്കുകയാണെങ്കിൽ അവിടെ ആകെ ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റ്, പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒറ്റ ഒരു അറേഞ്ച്മെന്റ് മാത്രമാണ് ട്രൈഗണൽ സിസ്റ്റത്തിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി ഹെക്സഗണൽ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഓൺലി primitive. And monoclinic, in the case of monoclinic, primitive and end-centered, primitive end-centered പോസിബിൾ ആണ്. ഇനി ട്രൈക്ലിനിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഓൺലി primitive. അപ്പോൾ ഏതൊക്കെയാണ് primitive മാത്രം പോസിബിൾ ആയത്? ഏതൊക്കെയാണ്? rhombohedral, hexagonal and triclinic. ഓൺലി primitive ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് മാത്രമേ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. എല്ലാ അറേഞ്ച്മെന്റ്സും പോസിബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണ് ഏത്? ഓർത്തോറോംബിക്. ക്യൂബിക്കിൽ ഏതൊക്കെ അറേഞ്ച്മെന്റ്സ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്? ക്യൂബിക് സിസ്റ്റത്തിൽ primitive, body centered and face centered. ആ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റത്തും എല്ലാ അറേഞ്ച്മെന്റ്സും പോസിബിൾ ആകണമെന്നില്ല. ചില ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ചില അറേഞ്ച്മെന്റ്സ് ആയിരിക്കും. അങ്ങനെ എല്ലാ അറേഞ്ച്മെന്റ്സും പോസിബിൾ ആയത് നമ്മൾ കണ്ടു. ഓർത്തോറോംബിക് എല്ലാ അറേഞ്ച്മെന്റ്സും അവിടെ പോസിബിൾ ആയിരുന്നു. എന്നാൽ ചില സിസ്റ്റത്തിൽ നമ്മൾ കണ്ടു പ്രിമിറ്റീവ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് മാത്രം പോസിബിൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ സിസ്റ്റംസും നമ്മൾ കണ്ടു. ഇങ്ങനെ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ നമുക്ക് ഇവിടെ എണ്ണി നോക്കിയാൽ അറിയാം 14 അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് അല്ലെ. ഈ 14 അറേഞ്ച്മെന്റ്സിനെ ഒന്നിച്ച് പറയുന്നതാണ് 3D arrangements of 3D possible arrangements. 14 type possible 3D arrangements ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രേവിസ് ലാക്ടിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതാണ് ഇവിടെ ടീച്ചർ ഒന്നുകൂടെ ഷോർട്ട് ആയിട്ട് എഴുതിയതാണ്. ക്യൂബിക്കിൽ 3 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ്, പ്രിമിറ്റീവ്, ബോഡി സെന്റേർഡ് ആൻഡ് ഫേസ് സെന്റേർഡ്. ടെട്രാഗണലിലാണെങ്കിൽ പ്രിമിറ്റീവ് ആൻഡ് ബോഡി സെന്റേർഡ്. ഓർത്തോറോംബിക് 4 തരത്തിലുള്ള അറേഞ്ച്മെന്റ്സും അവിടെ പോസിബിൾ ആണ്, primitive, body centered, face centered and end centered. Rhombohedral only one type, primitive, and hexagonal also one type of arrangements, primitive. In the case of monoclinic, primitive and end centered are possible, and in the case of triclinic only primitive is possible. ഇനി അടുത്ത ടോപ്പിക് ആണ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിലുള്ള ആറ്റത്തിന്റെ കാൽക്കുലേഷൻ, എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ സെഡ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ആവശ്യമുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ഓരോന്നിലും അറിഞ്ഞിരിക്കണം. നമുക്ക് 3 സിസ്റ്റത്തിലെ നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ക്യൂബിക് ഓർ പ്രിമിറ്റീവ്, ആൻഡ് ബോഡി സെന്റേർഡ് ഓർ BCC, ആൻഡ് ഫേസ് സെന്റേർഡ് ഓർ FCC. ഈ 3 സിസ്റ്റത്തിലുള്ള കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ക്യൂബിക് നോക്കാം. സിമ്പിൾ ക്യൂബിക്കിലുള്ള കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം, ഇവിടെ നമ്മൾ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം 3D അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മുകളിലുള്ള അപ്പർ ലെയറിൽ 4 യൂണിറ്റ് സെൽസും താഴെയുള്ള ലോവർ ലെയറിൽ വീണ്ടും 4 യൂണിറ്റ് സെൽസുമാണ് കമ്പൈൻ ചെയ്തിട്ട് ടോട്ടൽ 8 യൂണിറ്റ് സെൽസ് ആണ് ഇവിടെ ഉള്ളത്. ശ്രദ്ധിച്ചു നോക്കുക, അപ്പർ ലെയറിൽ 4 യൂണിറ്റ് സെൽസും താഴെയുള്ള ലെയറിൽ 4 യൂണിറ്റ് സെൽസും, അങ്ങനെ 8 യൂണിറ്റ് സെൽസ് ആണ് ഈ ഒരു ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ ഉള്ളത്. ഇനി ഇവിടത്തെ നമുക്ക് അറിയണം നമ്പർ ഓഫ് ആറ്റംസ്, അതായത് ഒരു യൂണിറ്റ് സെല്ലിന് നമ്മൾ പറഞ്ഞു അല്ലെ സിമ്പിൾ ക്യൂബിക്കില്
എവിടെയൊക്കെയാണ് പാർട്ടിക്കിൾസ് ഉള്ളത്? എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഈ എല്ലാ കോർണേഴ്സിലുമുള്ള പാർട്ടിക്കിൾ, അതായത് ലാറ്റിസ് പോയിന്റ്, പ്രിമിറ്റീവിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? എല്ലാ കോർണേഴ്സിലും മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും പാർട്ടിക്കിൾസ് ഇല്ല. ഇനി ഈ എല്ലാ കോർണേഴ്സിലുമുള്ള പാർട്ടിക്കിൾ ഇവർക്ക് മാത്രം സ്വന്തമാണോ, അല്ലെങ്കിൽ ഇവർ ആരെങ്കിലുമായി ഷെയർ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ടീച്ചർ ഈ ഹൈലൈറ്റ് ചെയ്ത ഈ പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇതൊരു ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത ഈ ഒരു പാർട്ടിക്കിൾസിനെ നമ്മൾ നോക്കി. ഈ പാർട്ടിക്കിൾസിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് മുകളിലുള്ള 3 യൂണിറ്റ് സെൽസ് ആയിട്ട് ഇത് കമ്പൈൻ ചെയ്യുന്നുണ്ട് അല്ലെ, ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇനി താഴെയുമുള്ള 4 യൂണിറ്റ് സെൽസ് ആയിട്ടും ഈ ഒരു പാർട്ടിക്കിൾ ടച്ച് ചെയ്തിരിക്കുന്നുണ്ട് അല്ലെ. ഈ നമ്മൾ റോസ് കളറിൽ ഷെയ്ഡ് ചെയ്ത ഈ യൂണിറ്റ് സെൽസിലെ ഫോർ എക്സാമ്പിൾ ഈ പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ പാർട്ടിക്കിൾ മുകളിലുള്ള 3 യൂണിറ്റ് സെൽസ് ആയിട്ട് ഈ കോർണറിലുള്ള ഈ പാർട്ടിക്കിൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ താഴെയുള്ള 4 യൂണിറ്റ് സെൽസ് ആയിട്ടും ഈ പാർട്ടിക്കിൾസ് ടച്ച് വരുന്നുണ്ട് അല്ലെ. ഈ പാർട്ടിക്കിൾസിലെ ഈ ലാറ്റിസ് പോയിന്റ് താഴെയുള്ള 4 യൂണിറ്റ് സെൽസിലായിട്ടും ടച്ച് വരുന്നുണ്ട്, മുകളിലുള്ള ഈ 3 യൂണിറ്റ് സെൽസ് ആയിട്ടും ടച്ച് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ പാർട്ടിക്കിൾസിനെ സ്വന്തമായിട്ട് ഈ ഒരു നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഈ പാർട്ടിക്കിൾസിനെ നമുക്ക് ഈ യൂണിറ്റ് സെൽസിന് സ്വന്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഈ പാർട്ടിക്കിൾ മുകളിലുള്ള 3 യൂണിറ്റ് സെൽസിൽ കോർണേഴ്സുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്, താഴെ അടിയിലുള്ള 4 യൂണിറ്റ് സെൽസിലെ കോർണേഴ്സുമായിട്ടും ഇവര് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഒരാളായിട്ട് അല്ലെ, നമ്മൾ അടുത്ത യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? അടുത്ത യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? എത്രയായിട്ട് നമ്മൾ പറയും? 1/2 ആയിട്ട് മാറുന്നു. ഇനി മുകളിലുള്ള അടുത്ത യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇവർക്ക് എത്രയാണെന്ന് പറയും? 1/3 ആണെന്ന് പറയും. ഇനി അടുത്ത യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പറയും? ഈ പാർട്ടിക്കിൾസ് ഈ യൂണിറ്റ് സെൽസിന് എത്ര സ്വന്തമാണെന്ന് പറയും? 1/4 ആണെന്ന് പറയും. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 4 യൂണിറ്റ് സെൽസ് ആയിട്ട് അപ്പർ ലെയറിലും 4 യൂണിറ്റ് സെൽസ് ആയിട്ട് താഴെയുള്ള ലെയറിലും ഷെയറിംഗ് നടക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഷെയർഡ് ബൈ 8 അനദർ യൂണിറ്റ് സെൽസ് അല്ലെ. ഈ ഒരു പാർട്ടിക്കിള് 8 അനദർ യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയറിംഗ് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ആറ്റം ടു ദ യൂണിറ്റ് സെൽ പ്രസന്റ് അറ്റ് ദ കോർണർ നമുക്ക് എന്ത് പറയാം? 1/8 അല്ലെ. ഇതിന്റെ ഷെയറിംഗ് എന്ന് വിളിക്കുന്നത് 1/8 ആയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തൊട്ടടുത്തുള്ള 3 യൂണിറ്റ് സെൽസ് ആയിട്ടും താഴെയുള്ള 4 യൂണിറ്റ് സെൽസ് ആയിട്ടും ഇവർക്ക് ഷെയറിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ പാർട്ടിക്കിൾസ് നമുക്ക് എത്രയായിട്ട് ഷെയർ ചെയ്യാം? 1/8 ആണ്. 1/8 ആണ് ഒരു ലാറ്റിസ് പോയിന്റിൽ അവർ പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി അങ്ങനെ എത്ര കോർണേഴ്സ് ഉണ്ട്? ഒരു ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ 8 കോർണേഴ്സിലും നമ്മളുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? 1/8 അല്ലെ. 8 കോർണേഴ്സിലും 1/8 പാർട്ടിക്കിൾസ് ആണ് നമുക്ക് കിട്ടുക അല്ലെ. 1/8 പാർട്ടിക്കിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ 8 കോർണേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? 1/8 ഇൻറ്റു അല്ലെ. ഓരോ സൈഡിലും എത്രയാണ് കിട്ടുന്നത്? 1/8 ആണ്. അങ്ങനെ 8 കോർണേഴ്സ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം? 1/8 ഇൻറ്റു 8 is equal to 1. അതായത് Z എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബിക്കിലെ ഓർ പ്രിമിറ്റീവിലെ Z എന്ന് പറയുന്നത് 1 ആണ്. ഇനി വരുന്ന വീഡിയോയിൽ, ഇതിന് ശേഷം കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ബോഡി സെന്റേർഡ് അല്ലെ. ബോഡി സെന്റേർഡ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോർണേഴ്സിലുള്ള സിമ്പിൾ ക്യൂബിക്കിലുള്ള അറേഞ്ച്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡി സെന്റേർഡ് വളരെ എളുപ്പമാണ്. ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ബോഡി സെന്റേർഡില് ഈ ഒരു യൂണിറ്റ് സെൽസില് അകത്താണ് അല്ലെ. ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്. അറ്റ് ദ സെന്റർ ഓഫ് ദി ബോഡി, സെന്ററിലാണ് അഗെയിൻ അനദർ പാർട്ടിക്കിൾ ഉള്ളത് അല്ലെ. ഇങ്ങനെ സെന്ററിലുള്ള പാർട്ടിക്കിൾസ് വേറെ ഒരു യൂണിറ്റ് സെൽസുമായിട്ടും ഷെയറിംഗ് നടക്കില്ല. കാരണം എന്താണ്? ആ ക്യൂബിന്റെ ഉള്ളിലാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. വേറെ ഒരു യൂണിറ്റ് സെൽസുമായിട്ടും അതിന് ഷെയറിംഗ് നടക്കില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? വേറെ ആരുമായിട്ടും അത് ഷെയർ ചെയ്യുന്നില്ല. പക്ഷെ പാർട്ടിക്കിൾസ് കോർണേഴ്സിലുണ്ട്. കോർണേഴ്സിലുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടതാണ്. 8 അനദർ യൂണിറ്റ് സെൽസ് ആയിട്ട് ഓരോ പാർട്ടിക്കിളും ഷെയർ ചെയ്യുന്നു.
സോ കോർണേഴ്സിലുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ 8 into 1/8. 8 കോർണേഴ്സ് ആണുള്ളത്. ഓരോ കോർണറിലും 1/8 പോർഷൻ ആണ് കിട്ടുന്നത്. സോ 8 into 1/8 പ്ലസ് അതിന്റെ കൂടെ ഏത് കൂടെ വരും? ബോഡി സെന്റേർഡിലുള്ള ഈ പാർട്ടിക്കിൾ കൂടെ വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/8 into 8 plus 1, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് in the case of BCC നമുക്ക് എന്ത് പറയാം? 2. അതായത് atoms present in the body of one unit cell is not shared by any other unit cells. But in the കോർണറിലുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ എങ്ങനെ ഷെയറിംഗ് വരും? അടുത്തടുത്ത യൂണിറ്റ് സെൽസ് ആയിട്ട് ഷെയറിംഗ് വന്നിട്ട് നമുക്ക് എത്ര കിട്ടും? 8 into 1/8 is equal to 1. അതിന്റെ കൂടെ ബോഡി സെന്ററിലുള്ള ഒരു പാർട്ടിക്കിൾ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2. അതായത് Z എന്ന് പറയുന്നത് BCC യിലുള്ള Z എന്ന് പറയുന്നത് 2. ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫേസ് സെന്റേർഡ് ആണ്. ഫേസ് സെന്റേർഡിലുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് കാണാം. ഫേസ് സെന്റേർഡിൽ ആകെ സിമ്പിൾ ക്യൂബിക് ആയിട്ട് നോക്കുമ്പോൾ ഫേസ് സെന്റേർഡിലുള്ള വ്യത്യാസം എന്താ? സിമ്പിൾ ക്യൂബിക്കിൽ കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. എന്നാൽ ഫേസ് സെന്റേർഡിൽ എത്തുമ്പോൾ കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഇനി ഓരോ ഫേസിലും ക്യൂബിന്റെ ഓരോ ഫേസിലും പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 6 ഫേസ് ആണ് ക്യൂബിനുള്ളത് അല്ലെ? അപ്പൊ 6 ഫേസിലും പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇനി അതിന്റെ ഷെയറിംഗ് എങ്ങനെയായിരിക്കും? അതായത് ഒരു ഫേസിലുള്ള പാർട്ടിക്കിൾ തൊട്ടടുത്ത യൂണിറ്റ് സെൽസ് മാത്രമായിട്ടേ ഷെയർ ചെയ്യുള്ളൂ അല്ലെ? നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഒരു യൂണിറ്റ് സെൽ തൊട്ടടുത്ത യൂണിറ്റ് സെൽസ് ആയിട്ട് ചേർന്നിരിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത യൂണിറ്റ് സെൽസ് ആയിട്ട് മാത്രമേ കോൺട്രിബ്യൂഷൻ വരുള്ളൂ. ഇനി അവർ വേറെ ഒരു യൂണിറ്റ് സെൽസുമായിട്ടും ഒരു ക്യൂബിന്റെ ഫേസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ക്യൂബിന്റെ ഫേസിൽ ഇരിക്കുന്നു, അടുത്ത യൂണിറ്റ് സെൽസ് വരുമ്പോൾ അവർ അവിടെ ചേർന്നിരിക്കുന്നു. ഇനി അവിടെ ഒരു ഷെയറിംഗും പോസിബിൾ അല്ല. വേറെ ഒരു യൂണിറ്റ് സെൽസുമായിട്ടും അവര് ടച്ച് ഉണ്ടാവില്ല. അപ്പോ നമുക്ക് എന്ത് പറയാം? കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ആറ്റം അറ്റ് ദ ഫേസ് ഈസ് 1/2. അതായത് തൊട്ടടുത്ത യൂണിറ്റ് സെൽസ് മാത്രമായിട്ടേ അതിന് ഷെയർ ചെയ്യുന്നുള്ളൂ. കോർണേഴ്സിന്റെ കേസിൽ നമ്മൾ അങ്ങനെയല്ല കണ്ടത്. വേറെ 3 യൂണിറ്റ് സെൽസ് ആയിട്ടും താഴെ അടിയിലുള്ള 4 യൂണിറ്റ് സെൽസുമായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്നത് കണ്ടു. എന്നാൽ ഫേസ് സെന്റേർഡിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഒരു യൂണിറ്റ് സെൽസിലെ ഫേസിൽ പ്രസന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ തൊട്ടടുത്ത യൂണിറ്റ് സെൽസിലുള്ള ഫേസുമായിട്ട് മാത്രമേ ടച്ച് വരുന്നുള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? an atom at the face is shared between 2 unit cells. So the contribution of each atom at the face is 1/2. So നമുക്ക് എങ്ങനെ Z കാൽക്കുലേറ്റ് ചെയ്യാം? 8 into 1/8. അതായത് കോർണറിലുള്ള പാർട്ടിക്കിൾസ് പ്ലസ് 6 ഫേസ് ആണ് ഇനി ഉള്ളത് അല്ലെ? അപ്പോ 6 into 6 into എന്ത് പറയാം നമുക്ക്? 6 into ഓരോ ഫേസിലുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്? 1/2 ആണ്. അങ്ങനെ 6 ഫേസ് ഉണ്ട് നമുക്ക്. സോ എന്ത് വിളിക്കാം? 6 into 1/2 is equal to ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 4. FCC യിലുള്ള കോൺട്രിബ്യൂഷൻ Z എന്ന് പറയുന്നത് 4. ഇവിടെ നമ്മൾ ഒരുമിച്ച് കാണുകയാണത്. അതായത് ഫേസ് സെന്റേർഡിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 1/2 atom at 6 faces and 1/2 atom at the 8 corners. So we get 4. ഇനി BCC യിലുള്ള അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 1/8 at the corner അല്ലെ? നമ്മൾ കാണുന്നുണ്ട്, കോർണറിലുള്ള കോൺട്രിബ്യൂഷൻ കാണുന്നുണ്ട്. 1 atom at the center. സെന്ററിലുള്ള ഈ ആറ്റം നമുക്ക് ആരുമായിട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അവിടെ നമുക്ക് എത്ര കിട്ടും? Z എത്ര കിട്ടും? 2. ഇനി കോർണറിലുള്ള പ്രിമിറ്റീവിലുള്ള അറേഞ്ച്മെന്റ് ആണ്. കോർണറിൽ മാത്രം പാർട്ടിക്കിൾസ് ഉള്ള പ്രിമിറ്റീവിലുള്ള അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ്? കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. സോ നമ്മൾ എന്ത് പറയും? 1/8 into 8 is equal to 1. അതായത് സിമ്പിൾ ക്യൂബിക്കിൽ Z is equal to 1, ബോഡി സെന്റേർഡിൽ Z is equal to 2 and ഫേസ് സെന്റേർഡിൽ Z is equal to 4. Calculations of number of particles in a unit cell. A crystal lattice is made up of a very large number of unit cells. Each unit cell is touching a number of other unit cells. In a unit cell, every lattice point is occupied by one constituent particle. Thus, a constituent particle present at the lattice point may be shared by a number of unit cells. Let us now understand the contribution of a particle in a lattice point to its unit cell. A corner atom
is shared equally by 8 unit cells. 4 unit cells are present in the lower layer and 4 unit cells are present on the upper layer. Therefore, each corner atom contributes only 1/8 atom to a particular unit cell. A face-centered atom is shared equally by 2 unit cells having a common face. Therefore, an atom present at the center of the face of a unit cell contributes half atom to each unit cell. A body-centered atom is not shared by any adjacent unit cell in a crystal lattice. Therefore, it contributes fully to a unit cell. A edge-centered atom is shared by 4 adjacent unit cells in the crystal lattice. 2 unit cells are present in the lower layer and 2 unit cells are present on the upper layer. Therefore, it contributes only 1/4 of itself to a unit cell. Calculation of number of atoms per unit cells in primitive cubic unit cell. Simple cube. In simple cubic unit cell, there are 8 corners in a cube. There is 1 atom at each corner of the cube. Since each corner atom is shared equally by 8 unit cells, hence, each corner atom contributes 1/8 atom to each unit cell. Number of atoms in one simple cubic unit cell is equal to 8 into 1 by 8, which is equal to 1 atom. A simple cubic unit cell contains 1 atom. Calculation of number of atoms per unit cells in body-centered cubic unit cell. In a body-centered unit cell, there are 8 atoms at each corner positions and 1 atom at its body center. As each atom at the corner position contributes 1/8 to the unit cell, the contribution of those 8 corner atoms to the unit cell is 1 atom. The atom at the center of the unit cell is not shared by any other unit cell. Thus, its contribution to its unit cell is whole. Hence, the number of atoms per body-centered unit cell is 1 plus 1, which is equal to 2. 8 corner atoms into 1 by 8 is equal to 1 atom. 1 body-centered atom is equal to 1 into 1, which is equal to 1 atom. Therefore, number of atoms per unit cell is equal to 2 atoms. Thus, a body-centered cubic unit cell contains 2 atoms of an element. Calculation of number of atoms per unit cells in face-centered cubic unit cell. In a face-centered cubic unit cell, there are 8 atoms at the corner positions and 1 atom at the center of every face of the cube. As each atom at the corner position contributes 1/8 to the unit cell, the contribution of these 8 corner atoms to the unit cell is 1 atom. Each atom at the face center is shared between 2 adjacent unit cells. Thus, the contribution of 6 such face-centered atoms to the unit cell is 6 into 1 by 2, which is equal to 3. Therefore, the total number of atoms per face-centered unit cells is 1 plus 3, which is equal to 4. 8 corner atoms into 1 by 8 is equal to 1 atom.
6 face-centered atoms into 1 by 2 atom per unit cell equal to 6 into 1 by 2, which is equal to 3 atoms. Therefore, total number of atoms per unit cell is equal to 4 atoms. The face-centered cubic unit cell contains 4 atoms of an element.